ഹലോ, കുറേ നാളായില്ലേ നമ്മളൊരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ലോങ് വീഡിയോ ആണ്. അതുമല്ല, നമ്മുടെ ഫാമിലിയിലെ ഒരു മെമ്പർ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ കൂടെയാണ് കേട്ടോ. ആൾ കഴിഞ്ഞ 2-3 വീഡിയോസിലായിട്ട് വന്നിട്ട് കമൻറ്റ് ചെയ്യാറുണ്ടായിരുന്നു, ചേച്ചി മത്തി ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യുമെന്ന്. എനിക്ക് തോന്നി ഇത് എന്താ പറയുക, ആവശ്യമുണ്ടോ എന്നാണ് ഞാൻ ചിന്തിച്ചത് പലപ്പോഴായിട്ട്. പിന്നെ ഓക്കെ, ആളെന്നെ കളിയാക്കുകയാണോ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി കേട്ടോ. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി, അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്നും വിചാരിച്ചിട്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയും പറഞ്ഞ സമയം കൊണ്ട് ഒരെണ്ണം ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ മീനുകൾ നമുക്കൊരു 3 തരത്തിൽ കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ചെറുത്, വലുത്, അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് എന്ന രീതിയിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞാൽ, മീഡിയം സൈസിൽ വരുന്ന മീനുകളുടെ കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ മത്തിയും അയിലയും പിന്നെ കിളിമീനൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ മീഡിയം കാറ്റഗറിയിൽ വരുന്ന ഈ 3 മീനുകളിൽ എനിക്ക് ഏറ്റവും ക്ലീൻ ചെയ്യാനായിട്ട്, അതായത് ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു എന്താ പറയുക, എൻ്റെ നാടായ എറണാകുളത്ത് പറയുന്ന ചിതമ്പലും ഇവിടെ പയ്യന്നൂർ പറയുന്ന ചൂളി, ഈ പറഞ്ഞ സാധനം എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കളയാൻ ബുദ്ധിമുട്ടുള്ളത് നമ്മുടെ കിളിമീനിലായിരിക്കും കേട്ടോ. അത്ര മാത്രമേ ഉണ്ടാവും നമുക്കത് കളയാനായിട്ട്. ഭയങ്കര ബുദ്ധിമുട്ടുമാണ് അത് ചെയ്യാനായിട്ട്. ചില സമയത്ത് മേത്തൊക്കെ തെറിച്ചിട്ട് ആകെ വൃത്തികേടാവും. അപ്പോൾ എന്തായാലും അങ്ങനെ നോക്കുമ്പോൾ രണ്ടാമത് ആണ് നമ്മുടെ മത്തിക്കുട്ടനുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു തരണത് എന്താ വെച്ചാൽ, ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ പറഞ്ഞ ചിതമ്പൽ അല്ലെങ്കിൽ ചൂളി, ഈ സാധനം അങ്ങോട്ട് കത്രിക വെച്ചിട്ടോ കത്തി വെച്ചിട്ടോ നമുക്ക് അങ്ങോട്ട് ചുരണ്ടി നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം, മീനിൻ്റെ ടെക്സ്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കിപ്പോൾ കിട്ടിയത് നല്ല ഫ്രഷ് മീനായതുകൊണ്ട് ഞാൻ എത്ര അമർത്തി ചെയ്ത് കഴിഞ്ഞാലും മീനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മീനിൻ്റെ ഫ്രഷ്നെസ് അനുസരിച്ചും കാര്യങ്ങൾ ഇരിക്കുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരണത്. അപ്പോൾ എന്തായാലും ആദ്യം ഇപ്പോൾ ഈ ചെയ്യണ പോലെ ചിതമ്പൽ അങ്ങോട്ട് കളയാം. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഒരു ചിറകുണ്ട്, പിന്നെ വാലുണ്ട്, അത് രണ്ടും അങ്ങ് കട്ട് ചെയ്യണം. പിന്നെ തല കളയണം കേട്ടോ. തല നമ്മൾ അയലയുടെയും ഈ കിളിമീൻ്റെയൊക്കെ തല നമ്മൾ ഫ്രൈ ചെയ്യാനും കറി വയ്ക്കാനൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ മത്തിയുടെ തല അങ്ങനെ എടുക്കാറില്ല എൻ്റെ വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് ഞാനും തല കളയാണ്. ഇന്നിപ്പോൾ എന്തായാലും ഇത് ഫ്രൈ ചെയ്യാനാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ കട്ട് ചെയ്യണത്. അതിൻ്റെ സൈഡും അങ്ങ് കട്ട് ചെയ്ത് ഉള്ളിലുള്ള കുടലൊക്കെ അങ്ങ് എടുത്ത് കളയാം. പിന്നെ ഇന്ന് കിട്ടിയിരിക്കുന്ന എല്ലാ മത്തിയിലും നല്ല വലിയ മുട്ടയാണ് ഉള്ളത്. അതും അങ്ങ് എടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഫുള്ളി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. ആദ്യം നമ്മുടെ ഈ ഒരു ചിതമ്പൽ അങ്ങോട്ട് കളയാം കേട്ടോ, 2 സൈഡും. പിന്നെ തല കളയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് തല എടുക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ എടുക്കുക. പൊതുവേ അങ്ങനെ മത്തിയുടെ തല യൂസ് ചെയ്യുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടാവും മേ ബി. അപ്പോൾ ഞാൻ എന്തായാലും എടുക്കാറില്ല കേട്ടോ. ഞാൻ എന്തായാലും തല കട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആ സൈഡും അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലെ കുടലും ഒക്കെ പുറത്തെടുത്ത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് തലയുടെ മുകളിലുള്ള ആ ഒരു ബാക്കി അതിൻ്റെ ചിറക് വരുന്ന ഭാഗമുണ്ടല്ലോ, അതൊക്കെ അങ്ങ് എടുത്ത് കളയാം. കുടലും കാര്യങ്ങളും കളഞ്ഞിട്ട് മുട്ട നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കാം. ബാക്കി ഡീപ്പ് ക്ലീനിങ് ഒക്കെ നമുക്ക് എല്ലാം കട്ട് ചെയ്തതിന് ശേഷമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. എല്ലാം നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, വെള്ളം ഒഴിക്കാതെ കല്ലുപ്പ് ഇട്ടിട്ട് നമ്മുടെ ഈ ഒരു ചട്ടിയിലിട്ട് നല്ലോണം അങ്ങോട്ട് ഉരച്ചെടുത്തു കേട്ടോ. അങ്ങനെ ഉരച്ചെടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പോവാത്ത ചിതമ്പലൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് അങ്ങ് പൊയ്ക്കോളും. എന്നിട്ട് ഒരു 4-5 വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് കഴുകി എടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ കിട്ടും കേട്ടോ. ഇതേപോലെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ മീൻ ക്ലീൻ ചെയ്യണത്. പിന്നെ നമ്മുടെ മീൻ മുട്ട കല്ലുപ്പിട്ടിട്ട് ക്ലീൻ ചെയ്യരുത്, പിന്നെ ബാക്കി ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടൊരു 4-5 വെള്ളത്തിൽ അങ്ങ് കഴുകിയെടുത്താൽ മതി, കാര്യം അവിടെ തീർന്നു. അപ്പോൾ എന്തായാലും ഞാനൊരു 4-5 വെള്ളത്തിൽ കഴുകി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു കറുത്ത നൂല് പോലെ ഉണ്ടല്ലോ, അത് കളഞ്ഞില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നമ്മുടെ വയറിന് ദോഷമൊന്നും വരില്ല. അപ്പോൾ എന്തായാലും 4-5 വെള്ളത്തിൽ ഇതും കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പും മാത്രം ഇട്ട് ഫ്രൈ ചെയ്ത് കഴിച്ച് നോക്കണേ. മീൻ മുട്ട അടിപൊളിയാണ്. ഞാൻ എന്തായാലും മീനൊക്കെ ഇവിടെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരുപാട് മസാലാസ് ഒന്നും എക്സ്ട്രാ ആഡ് ഓൺ ചെയ്യാറില്ല. ജസ്റ്റ് നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് കറിവേപ്പില, ഇത്ര മാത്രമേ ഞാൻ നമ്മുടെ മീൻ ഫ്രൈ ചെയ്യുന്നതിൽ ഇടാറുള്ളൂ. ഇപ്രാവശ്യം എനിക്ക് കിട്ടിയ മുളക് പൊടി കുറച്ച് എരിവ് അധികം ആയതുകൊണ്ട് ഞാൻ വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ മസാല അത്ര കോട്ടഡായിട്ട് തോന്നാത്ത. പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു കുറവുണ്ടാവില്ല. വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക, എന്നാലേ നമുക്ക് ആ ഒരു രുചി അങ്ങോട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളുടെ ഈ ഒരു വീഡിയോ റിക്വസ്റ്റ് ചെയ്ത ഒരാൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കണം. അല്ലാത്തവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കണം കേട്ടോ. എല്ലാവരും കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.